ഗൈസ് ജിൻസിനെ പുറത്താക്കും എന്നുള്ളത് മോൻസിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഗൈസ് അപ്പ പാടും പാട്ടിലെ പൊന്നുല സമയം ഒരു പെണ്ണ് തൻ്റെ മുന്നിലൂടെ നടന്നു പോയാൽ അവൾ എന്നോട് ലൈന എന്ന് പറയുന്ന ചെറുപ്പക്കാരാ ഞാനൊന്ന് പറയട്ടെയോ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാം തോൽക്കും സ്വാഗതം. സ്വാഗതം ഇല്ലേ മോളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള പ്ലാനാണ് ഗൈസ്. സ്വാഗതം പറയൂ ഗൈസ്. സ്വാഗതം. എന്തിനാണ് സ്പെഷ്യലായിട്ട് ലസമോക്ക് തിന്നാൻ പറ്റൂല, എനിക്ക് തിന്നാൻ പറ്റൊന്നുമില്ല. ഞങ്ങൾ വന്നത് കാട പൊരിക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതേപോലെ റെസിപ്പി കണ്ടിട്ട് എല്ലാരും അതേപോലെ ഉണ്ടാക്കണം. റെസിപ്പി എന്ന് പറയുമ്പോ ഇന്ന് ജിൻസി പിന്നെ കാട പൊരിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ കാട പൊരിക്കാന്ന് പറയുമ്പോ ഇത് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കറിയില്ല, തിന്നാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പിന്നെ തിന്നാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും എന്തായാലും ഇമ്മയും ഇപ്പിയും എല്ലാവരും വെയിറ്റിങ്ങിലാണ് ജിൻസി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മളെല്ലാവരും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓക്കെ ആയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളെ ഈ വീട്ടിൽ നിർത്തും. ഇല്ലെങ്കിൽ ഈ ഒരു ഗെയിമിൽ നിന്ന് ജിൻസിന പുറത്തു പോവേണ്ടി വരും. നിങ്ങൾക്കുമാകാം കാടക്കോഴി. ഓ ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് വോട്ട് ചെയ്യുക. ജിൻസിന ബറുവിന്റെ പിന്നെ കാട ശരിയായില്ലെങ്കിൽ ജിൻസിനെ പെടുന്നു. അതല്ലല്ലോ സംഭവം. ജിൻസി വേണോ വേണ്ടെന്നല്ലല്ലോ ഇവിടെ. കാട പൊരിച്ചത് എന്റെ പൈസ കൊടുത്തിട്ട് ഞാൻ മേടിച്ചാണ്. അപ്പൊ കാട പൊരിച്ചത് നന്നായില്ലെങ്കിൽ സോറി ജിൻസിന പർവീൻ, ഐ ആം റിയലി സോറി. നിങ്ങൾ ഈ ഒരു ഗെയിമിൽ നിന്നും ഔട്ടായി പോകുന്നു. എന്താണ് ജിൻസിനൊക്കെ പറയാനുള്ളത്? പറയൂ. എനിക്ക് പറയാനാണെങ്കിൽ കൊറേയൊന്നുമില്ല, കുറച്ച് പറഞ്ഞതാണെങ്കിൽ ഇപ്പൊ 1 മണിക്കൂർ വ്ലോഗ് 1 മണിക്കൂറാവും. ഓ, അത്ര അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെലം പോകും. പറയ്. അപ്പൊ എല്ലാരും 1 മണിക്കൂർ കാണുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അതല്ല, താങ്കൾ ഔട്ടായി പോകുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ട്രോഫി എനിക്ക് തരണം ഔട്ടായാൽ. നിങ്ങൾ ഔട്ടായാൽ ട്രോഫി എനിക്കുള്ളതാണ്. ഓക്കെ ഗൈസ്, നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം. കമോൺ, വരൂ. നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം ഗൈസ്. അടുക്കളയിലെ പൂന്തോട്ടവും ട്രോഫി ഞാൻ പിടിക്കും. യെസ്. എന്താ വിശേഷം? നല്ല വർത്താനം. എന്താ ഉണ്ടാക്കണേ? ഞാൻ പറഞ്ഞേ, ജിൻസി ഇത് ഉണ്ടാക്കിയാലേ രസം ഉണ്ടെങ്കിലേ ഓള് ഇവിടെ നിൽക്കും, അല്ലെങ്കിൽ ഓള് പോണം. പിന്നെ ആട്ടാത്തത് ഭാഗ്യം. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. ജിൻസിനെ പോലും ഇവിടെ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. ഓള് പോകാൻ വേണ്ടി വന്നാൽ നിൽക്കാനാണ് എന്നും. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഇതാണ് കാട. എത്ര കാടേ? 3 എണ്ണം 4 ഉണ്ടല്ലോ. വേണ്ട, ചെറുതാക്കണ്ട. ചെറുതാക്കണ്ട, അങ്ങനെ വെട്ടാൻ പറഞ്ഞതാ. എണ്ണ പിശുക്കിയിട്ട് കാര്യമില്ല. എണ്ണ പിശുക്കണല്ലേ, എണ്ണ മൂങ്ങണ്ട. അപ്പൊ തിന്നുമ്പോ രസം ഉണ്ടാവൂല. അപ്പൊ ഇതാണ് കാട ഗൈസ്. കാടയിൽ ചോരൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴുകൂലേ ചോരൊക്കെ? ഫ്രിഡ്ജിന്ന് ഇതെടുക്കാൻ സമ്മതിക്കായിരുന്നു. എന്ത്? ഇത് പിടിക്കുന്നോ? ട്രോഫി ഇരിക്കുന്നത് വരുന്നില്ല. എന്താന്ന് അറിയില്ല. ലത പപ്പന്റെ വരുന്നില്ല. ലത മടുത്ത് അങ്ങനെ വലിച്ച വരൂ. ഞാൻ വലിച്ചോട്ടെ. ബാ ലസ, ശുണ്ടിരി
പപ്പിന്റെ ചുണ്ടിരി എടുത്തു വരുന്നൊന്നുമില്ല എന്നാലും എടുത്തു ഉറക്കം വന്നോളൂ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ്. ഗൈസ് ജിൻസിനെ പുറത്താക്കും എന്നുള്ളത് മോൻസിക്ക് ഉറപ്പുള്ളത് കൊണ്ട് പിന്നെ അപ്പോൾ ജിൻസിനെ പുറത്താക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ജിൻസി ഒറ്റയ്ക്ക് ചെയ്യാന്നാണ് പറയുന്നത്. ഗൈസ് ചലഞ്ച് ജിൻസി ഏറ്റെടുത്തത് കൊണ്ട് തൽക്കാലം അടുക്കളയിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഫുള്ള് ലേറ്റ് ഇല്ല, കറണ്ടും പോയോ. അതായത് കുട്ടീനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഓള് പോയി, അപ്പോൾ പിന്നെ ഓള് വരട്ടെ. അപ്പോൾ തൽക്കാലം ഷോർട്ട് ബ്രേക്ക്. ഓളുറങ്ങിടൂ താലോലം പപ്പ പാടിടാം, രാവിലെ ഞമ്മക്ക് പോകണ്ടേ, രാവിലെ പോയിട്ട് കളിക്കണ്ടേ, പൊന്നുലസമുളുറങ്ങിടൂ പൊന്നുമോളെ ഉറങ്ങിടൂ, പപ്പ പാടും പാട്ടിലെ പൊന്നുലസമുളുറങ്ങിടൂ. ഗൈസ് കുട്ടി അങ്ങനെ ഉറങ്ങി. എൻ്റെ പാട്ട് കേട്ടിട്ട് തന്നെ കുട്ടി ഉറങ്ങണം നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാര്യം നടക്കുമോ? ഓ ഇല്ല മനസ്സിലായില്ല, ഒന്ന് നേരെ പറയാം. കുറച്ച് എണ്ണയിൽ പൊരിക്കുക, അമ്മക്ക് അധികം എണ്ണ പറ്റൂലല്ലോ. എന്നിട്ട് മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെക്കുക. ഓക്കെ. അപ്പോൾ പർവീൻ എന്താ പറയുക, ഉമ്മാക്ക് കൂടുതൽ എണ്ണ പറ്റാത്തതുകൊണ്ട് പർവീൻ പറയുന്നത് കുറച്ച് എണ്ണ കുറച്ചിട്ട് എന്തൊക്കെ ആക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തിരുന്നാലും നമ്മുടെ ഗെയിമിൽ രസമില്ലെങ്കിൽ തീരെ നഷ്ടമാണ്. കാട നന്നായില്ലെങ്കിൽ ഞാൻ നാളെ വോട്ട് ചെയ്യാൻ പറയും. ആരെ ഞാൻ കല്യാണം കഴിക്കണ്ടെന്ന് വെച്ചിട്ടൊരു വോട്ട് ചെയ്യും. അപ്പോൾ കുറേ സന്മനസ്സുള്ള കുറേ ഉമ്മമാരുണ്ടാവും. അപ്പോൾ ഉമ്മമാർ പറയും എൻ്റെ മോളെ കല്യാണം കഴിച്ചു, എൻ്റെ മോളെ കല്യാണം കഴിച്ചോ. ഇജ്ജ് പേടിക്കണ്ട, ഇച്ചിരി സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ എൻ്റെ കാട ഇജ്ജ് എന്തെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജിൻസിയെ അല്ല ഇതെന്താ പറയും, എനിക്ക് എന്തൊക്കെയാ പറയാണ്ടല്ലോ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇവിടെ തൊട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടെ മാക്സിങ് അതായിരിക്കും ഞാൻ നോക്കുന്നത്. എങ്ങനെ ഇത് പൊരിക്കാൻ ഉദ്ദേശിക്കണെന്ന് പറയും. അങ്ങനെ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നിയൊക്കെ എടുത്തോളൂ. എന്നാലും ഏകദേശം ആൾക്കാർക്ക് ഇത് മനസ്സിലാവണ്ട. ഇപ്പൊ ഇങ്ങനെ എന്താ പൊള്ളിയതോടെ നോക്കണ്ടേ, പൊള്ളിയത് മുറിഞ്ഞത് ഇത് പറയാം. എങ്ങനെ ഉദ്ദേശിക്കണത്? ആദ്യം ഇത് കഴുകേ, ആദ്യം നല്ലോണം വൃത്തിയാക്കുക. ഉമ്മ നല്ലോണം വൃത്തിയാക്കണം. അതിനുശേഷം ബാക്കി ഉള്ളി ഉമ്മ വെട്ടി വെച്ചിരിക്കണം അല്ലേ. പിന്നെ ഇനി എന്തൊന്നും പറയാത്ത ഇതൊക്കെ തോന്നണതേ പണ്ട് ഞങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ മല്ലി മുളകും മഞ്ഞപ്പൊടി ഉപ്പ് മുതൽ കർപ്പൂരം വരെ അതിലിടും. അതേപോലെയാണോ പർവീൻ? ഇടാത്തൊരു സാധനം ഉണ്ടാകും. കുട്ടി കറി ഉണ്ടോ? അല്ലല്ലോ, ഞാൻ ഉറക്കാം. പക്ഷെ കരീനുണ്ടെങ്കിൽ പറയണം. മുടി കെട്ടിയില്ല, ഇനി എന്താ വേണ്ട? ആദ്യം ഉപ്പ് അറിയില്ല കേട്ടോ, ഒക്കെ അമ്മനോട് നിൽക്കണം. അതൊന്നും നമുക്കറിയില്ല. ഉപ്പോ മുളകോ കൂടി കഴിഞ്ഞാൽ ഗെയിമിൽ നിന്ന് അല്ല അത് ഒഴിവാക്കുവന്നേ. ഓള് ഒഴിവാക്കുവൻ ആയിക്കോട്ടെ. ഞാൻ കാണിച്ചരാ കാണിച്ചരാ കാണിച്ചരാ. മല്ലിപ്പൊടി ഇടുന്നത് ഇഷ്ടമല്ല. അപ്പൊ എന്തൊക്കെ ഇടണെന്ന് പറയും ആദ്യം. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. ഞാൻ പറയുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. ഉപ്പ് കൂടി കഴിഞ്ഞാൽ കുറക്കാൻ പറ്റൂല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ പിന്നെയും കൂട്ടാം. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? ആദ്യമൊക്കെ ഞാൻ ചിക്കൻ മേടിക്കാൻ പോകുമ്പോൾ അമ്മ പിന്നെ കറിക്കാണ് വെട്ടാൻ പറഞ്ഞത് ബിരിയാണിക്കാണ് വെട്ടാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവില്ലേക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ,
ബിരിയാണിക്ക് വെട്ടാൻ പറയും. ബിരിയാണിക്ക് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുടിയിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് കറിക്കുള്ള കട്ട് ചെയ്യാം. കറിക്ക് അവിടുന്ന് വെട്ടിയിട്ട് ഇവിടുന്ന് ബിരിയാണിക്ക് ആക്കാൻ പറ്റൂല. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇതുപോലെ പോയിന്റുകളൊക്കെ കിട്ടും എൻ്റെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ. ലെൻസ് അതെ. ഇതെന്താ അതാ കിട്ടുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്ക്. ലാസ്റ്റ് ആയിട്ടെന്ന് എന്തോ ഓക്കെ ലാസ്റ്റ് ഇടാന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ പറ ഇതെന്താ അറിയൊന്നുമില്ല. ഇതിന്റെ പേരെന്താ? ആ കുരുമുളക്. ഞാൻ വിചാരിച്ചേ ഇത് അതാണെന്നൊക്കെ. ചിക്കൻ മസാല ഉമ്മ ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇടും ഉമ്മടലുണ്ട് അങ്ങനത്തെ കാര്യത്തിനൊക്കെ. ബിരിയാണി മസാല വേണ്ട, ഓവറാക്കണ്ട. എനിച്ചേ ഓവറാക്കി കഴിഞ്ഞാല് ഗെയിം ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം കഷ്ടപ്പെടുകയാണ്. ഓ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെ കൊളാക്കി ഉണ്ടാക്കണെന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ ഗൈസ് പുതിയ പെൺകുട്ടികൾക്ക് സ്വാഗതം. എന്താ അങ്ങനെ പറയാൻ പാടില്ല. അതെ ഓള് പറയണൊക്കെ തമാശ കേട്ടോ. പക്ഷെ പുതിയ പെൺകുട്ടികൾക്ക് സ്വാഗതം ഗൈസ്. കരയണ്ട. ഇതെന്താ കളറ് കുറച്ചേ ഇടൂ കേട്ടോ. കളറ് കാടായതിനെ കൊണ്ട് കുറച്ച് കളറ് വേണം. കുറച്ചിട്ടായിട്ടോ ഒരു പേരിനാണേ. ഓക്കെ ഏത് പേരിനാ? കളറ് എന്നുള്ള പേരിന്. ഉമ്മ എന്താ പരിപാടി പിരിഞ്ഞിട്ടോ? ഉമ്മ ഓടി ഗൈസ്. കടല് തിന്നാണ് ഗൈസ്. കടൽ എന്നോളി അവിടെ തീറ്റയിലാണ്, കടലയുടെ തീറ്റയിലാണ്. ഓക്കെ കടല തീറ്റയിലാണ് ഗൈസ് അവിടെ. ഇനി ഇവിടുത്തെ പരിപാടി എന്തായി? വാവ് ചിൻസിയേ പൊളിക്കോട്ടത്. ഇത് വിജയിച്ചു കഴിഞ്ഞാലേ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. വിജയിച്ചു കഴിഞ്ഞാൽ കുട്ടി കരയണില്ലല്ലോ. അല്ല വിജയിച്ചു കഴിഞ്ഞാൽ കാട് ഡെയിലി ഇവിടെ കാടുണ്ടാക്കി വെക്കുക. എങ്ങനെ ഉണ്ടാവും? അല്ല വെക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ, നമ്മുടെ ലെയ്സ അബായല്ലേ നല്ല സെയിൽ അടക്കുന്നുണ്ട് മക്കളെ. മാഷാഅല്ലാഹ് ജിൻസ് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തന്നില്ലേ? ഇന്ന് ടോട്ടൽ എത്ര ഓർഡറാ? ഓ അറിയില്ലട്ടോ. ഇന്ന് 6 എണ്ണം ഓർഡർ കൊടുത്ത്. ഇന്ന് വൈകുന്നേരം 6 ഓർഡർ. അപ്പൊ 4 എന്ന് പറഞ്ഞത് സാറ് അതിപ്പോ വന്ന ഓർഡർ. ഇപ്പൊ ഞാൻ ഒരു 5:30 ശേഷം വന്നതാ. അതിനെ കൊണ്ട് ഒരു നാളെ വിടാന്ന് പറഞ്ഞു. വിട്ടത് എത്രണ്ണാണ്? വിട്ടെന്ന് 6 ഓക്കെ ഗൈസ് എന്താ നല്ല സെയിൽ ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇന്ന് MA സൺസില് മാഷാഅല്ലാഹ് MA സൺസിൽ ഒരു കുറി ഉണ്ട് ശരിക്ക്. പിന്നെ അപ്പൊ ആ കുറി നമ്മളിങ്ങനെ 500-1000 കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ, ഞാൻ ഉമ്മക്ക് കൂടിയിട്ട് അങ്ങനെ ഓരോന്ന്. അതേപോലെ തന്നെ കേട്ടോ കുട്ടിക്ക് വള വാങ്ങിയപ്പോ അതിലെത്ര പിന്നെ കൂട്ടിയ 1 ഗ്രാമ പിന്നെ കൂട്ടിയ. അതില് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വന്നപ്പോ പിന്നെ ഇങ്ങനെ അടിക്കലുണ്ടായിരുന്നു 1000-500. ഇന്ന് ഞാന് MA സൺസിന്റെ പൈസ ഞാൻ അടിച്ചു. അതെ എന്റെ പൈസ എന്ന് അങ്ങനെ പറയരുത്, നമ്മുടെ പൈസ. അത് ശരി. അല്ല അങ്ങനെയല്ല കേട്ടോ. ഓളെ പൈസ എന്ന് പറയാൻ കാരണം ഓള ഇങ്ങനെ കുത്തിരുന്ന് ഉണ്ടാക്കണല്ലോ. ഇന്നലെ തലവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഓള് കുറച്ച് എമൗണ്ട് MA സൺസിൽ അടച്ചിക്കണ്. അപ്പോൾ അടച്ചപ്പോൾ ഭയങ്കര സന്തോഷം. കടലേ ഓ ഓ മല്ലിച്ചപ്പൊക്കെ ഉണ്ടല്ലോ ഇവിടെ. 2 കഷ്ണാക്കിതാ. അതൊന്നും വേണ്ട. വലിയ ജീരകം കണ്ടൂടാത്ത സാധനം. ഇത് കോഴിക്കോട് സ്റ്റൈല്, നിങ്ങളത് പാലക്കാട് സ്റ്റൈല്. കേട്ടിട്ടില്ല. ഇന്ന് നമുക്ക് കോഴിക്കോട് സ്റ്റൈല്. ഇപ്പൊ ഉണ്ടാക്കണതേ കോഴിക്കോട് സ്റ്റൈൽ അത്രേ.
പോയി കൊടുത്താൻ പാടില്ല. ആ ആയിക്കോട്ടെ. അപ്പൊ എങ്ങനെ നോക്കാം നമുക്ക്. അങ്ങനെ അതെ അതെ ഉമ്മയും ഒരുങ്ങിക്കഴിഞ്ഞ ഗൈസ്. ഇവിടെ ആരോ ഒച്ച ഉണ്ടാക്കണ പുറത്ത്. അതിനെ കൊണ്ട് ഭയങ്കര ശല്യ. പൂച്ചനൊന്നും കാട്ടാൻ പാടില്ല. അല്ല ഭയങ്കര ശല്യം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉപദ്രവിക്കരുത്. ഞാൻ നന്നായി വയത് പറയും. പറയണോ? ഇന്നിതാ ആനന്ദത്തിന്റെ നാളുകളാണ്, സന്തോഷത്തിന്റെ നാളുകളാണ്. അലയും ചിരിയും കാറ്റും കോളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഉയരുമീത മറ്റൊന്നൊന്നായി പരിതമിക്കുകയാണ്. പാടത്തും പീഡനത്തിൻ്റെ ലിമിനിക്കുന്ന സമയം. ഒരു പെണ്ണ് തൻ്റെ മുന്നിലൂടെ നടന്നു പോയാൽ അവളിനോട് ലൈന എന്ന് പറയുന്ന ചെറുപ്പക്കാരാ ഞാനൊന്ന് പറയട്ടെയോ. പെണ്ണെന്ന വർഗം അവൾ കരഞ്ഞുകൊണ്ടുവരും, ചിരിച്ചുകൊണ്ട് ചതിക്കുമെന്ന് ഒരു വടക്കം വീരഗാഥാ സിനിമയിൽ മമ്മൂട്ടി പോലും പറഞ്ഞില്ലേ. ചീരുവരും പാമ്പിനെ നമ്പ്, ചിരിച്ചു വരും പെണ്ണിനെ നമ്പിക്കൂടാതെന്ന് ഏതോ ഒരു തമിഴ് സിനിമയിൽ തമിഴംഗത്തിൻ്റെ സൂപ്പർ സ്റ്റാറായ രജനികാന്ത് പോലും പറഞ്ഞില്ലേ. ഒരു പെണ്ണ് കരഞ്ഞാൽ അതിനർത്ഥം പലതാണത്രേ, എന്നാൽ ഒരാണ് കരഞ്ഞാലോ അതിനർത്ഥം ഒന്നേ ഒന്നാണ്. അതെന്താണ്? അത് പെണ്ണിൻ്റെ ചതിയാണത്രേ. എങ്ങനെയുണ്ട്? ഞാൻ പ്രഭാഷണം പറയാൻ തുടങ്ങിയുണ്ടല്ലോ, പിന്നെ നിൽക്കൂല. അതാ പിന്നെ പറയാത്ത. ഇനി പെണ്ണുങ്ങളെ കുറിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം. വേണ്ട. കുട്ടില്ലേ, ഞാന് കുട്ടിക്ക് തലക്കാണി വെച്ചില്ലല്ലോ. ആ കുട്ടിനെ പോയി നോക്കി, കുട്ടിനെ അവിടെ കാണുന്നില്ലേ. കുട്ടി അതിന് തൊട്ടില്ലാണേ. ടെൻഷനായി പോയി. കുട്ടി തൊട്ടിലിട്ട് ആട്ടി ഉറക്കിയില്ല ഞാൻ. പക്ഷെ ഞാൻ ടെൻഷനായി പോയി, എനിക്ക് ഓർമ്മല്ല. അപ്പൊ അയ്യ ഇതില് വന്നിട്ട് അറിയാണ്ട് ഈ വെള്ളത്തില് ഇതും പറഞ്ഞു. ചട്ടി ഇവിടെ ഇഷ്ടമാതിരി ഉണ്ട്, എടുക്കാൻ മടിയായിട്ടാ. ഞാൻ അധികം എടുക്കാൻ ഏത് ചട്ടിയാന്നറിയോ? പഴയ ചട്ടി. അതെന്താ വെച്ചാൽ അടി പിടിക്കൂല, അതില് റെഡി കിട്ടും. ഞാൻ അങ്ങനെ തന്നെ പഴയ കുക്കർ എടുക്കുക. എന്തൊക്കെയാണ് ഇപ്പൊ ജീൻസിന്റെ പറവ് റെഡിയാക്കി വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയുള്ളിയാണ്, ഫുള്ള് ചെറിയുള്ളി എടുക്കണം. പക്ഷെ ഇറക്കാൻ വയ്യായിട്ടാണ് ഞാൻ കേട്ടോ. പിന്നെ തക്കാളി, മുളക്. പിന്നെ നിങ്ങള് കേക്കൊക്കെ തരുമോ? ഇല്ല, ഒന്നും തരൂല. കാരണം ഞാൻ വ്ളോഗ് മാത്രമേ എടുക്കുള്ളൂ ഗൈസ്. ഇമ്മാനി നോക്കണ്ട, ഇമ്മയും പോവുകയാണ്. ഓത്ത് നടക്കട്ടെ. ഉമ്മാന്റെ ഓത്ത് ഇപ്പൊ നടക്കലില്ല മര്യാദക്ക്. കുട്ടിനെ കൊണ്ട് നടക്കുന്നതിനെ കൊണ്ട്. ആദ്യം എന്താ ഇടുന്നേ? തെറുക്കണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ, മാറിക്കാണോ. ഇതെന്താ ഇട്ടിപ്പോ? വെളുത്തുള്ളി. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി. ആദ്യം വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ട് വാട്ടണം. ആരും പറയണ്ട ഇതേപോലെ എല്ലാം ഒന്നും പറയണ്ട. വലുതാക്കിട്ട് ചെറുള്ളി അങ്ങനെ റെഡിയാവും, വാടും. നേര് പറയ്. കടിക്കണ്ടത്. കടിക്കണോ? കോഴിക്കോട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാന്ന് അറിയില്ല കേട്ടോ. ചെറുള്ളിയൊക്കെ ഇന്റെ ഒന്നും കേൾക്കൂല. ഇവിടെ ഓഫാണേ മൈക്ക്. അല്ലട്ടോ, നിങ്ങൾ ഓഫാക്കി വെച്ചിട്ടാ പോകും. ഇല്ല, ലോണാണ്. അപ്പൊ ചെറിയുള്ളിയൊക്കെ അങ്ങനെ ഇട്ടിക്കണേ. കോഴിക്കോട് സ്പെഷ്യൽ ഒന്നുമില്ല, ഞാൻ എന്റെ ഇതിൽ ഞാൻ ഉണ്ടാക്കുകയാണേ. ആരും ഇതാക്കണ്ടല്ലോ. വല്യുള്ളി ഒന്നായിട്ടിട്ടത് രണ്ട് ഇതാക്കിരും. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇല്ലേ, ഉമ്മാന്റെ ഹൈറ്റ് ഇല്ല. അത് ഉമ്മാന്റെ ലെവലിലാണ് ഉമ്മ ആക്കി വെച്ചത് അടുപ്പ്. എനിക്ക് എത്തുന്നില്ല. അല്ല, ഉമ്മാന്റെ ഹൈറ്റ് ഇല്ല എന്നാട്ടോ പറഞ്ഞു. എനിക്ക് ഹൈറ്റ് ഇല്ല എന്നല്ല, ഇവിടെ എല്ലാരെയും കൂടെ ഹൈറ്റ് ഇല്ല. മിക്സ് ചെയ്യാണ്. എന്താ സംഭവം അറിയോ? എണ്ണ കുറവുണ്ടോ? ഇതിങ്ങനെ ആക്കുമ്പോ പേടിയാ, ഈ വെള്ളം ഇളകിയിട്ട് വരുമോന്ന്. മറ്റേല് അത് പേടിയില്ല, വെള്ളം ഇളകുമോന്നുള്ള പേടി. അതുകൊണ്ടാണ് ഞാൻ ആ ചട്ടി എണ്ണ എടുക്കുന്നത്. എണ്ണ വെക്കണ്ടേ കേട്ടോ? എണ്ണ ഉപ്പൊക്കെ ഇടാം. ഉപ്പ് മതി നോക്കട്ടോ. 8 കിലോ ഉപ്പ്. നേരത്തെ അതായില്ലല്ലേ. ഉപ്പ് കൂടിയാൽ പിന്നെ ആകെ പ്രശ്നം. കുഴപ്പമൊന്നുമില്ല, എപ്പോഴും ഉപ്പ് കൂടൂലല്ലോ. ഒരു വട്ടം എന്തെങ്കിലും അബദ്ധമൊക്കെ ഉണ്ടാവും, അപ്പൊ അടുത്തേല് ശരിയാക്കാം. പറ്റില്ല കേട്ടോ. അടുത്തേല് ശരിയാക്കല്ലോ. ഓളെ ഇടക്ക് എങ്ങനെ പറഞ്ഞു മറക്കണ്ടേ മോളെ? കല്യാണം അല്ലല്ല അതൊന്നും പറയണ്ട ജിൻസി.
വരുവിനെ. ഒന്നിനൊക്കെ തന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരണോ എല്ലാം കൂടെ കുടുങ്ങിയല്ലേ. എന്നിട്ട് കരയണ്ട, നമുക്ക് വഴി ഉണ്ടാക്കാം. അന്നെ വിട്ടിട്ട് പോകുന്നില്ല, ഒക്കെ റെഡിയാക്കി തരാം. പോവോ? കരയല്ലേ പ്ലീസ്, കരയല്ലേ. നടക്കപ്പത് വേഗം ഇട്ടത് ഇതെടുത്തിട്ട് ആയിട്ടില്ലേ? ഇത് കഴുകിയിട്ട് ചട്ടിയാട്ടോ, കഴുകി വെച്ചാണല്ലേ. എന്താ സംഭവം വെച്ചാൽ പൊറാട്ട കൊണ്ടുവരുന്നുണ്ട്, അതിലേക്ക് മുക്കി തിന്നാൻ വേണ്ടി ഒരു ഗ്രേവി വേണം. അല്ലാണ്ട് പൊരിച്ച മാത്രമേ കൊണ്ട് രസം ഉണ്ടാവുള്ളൂ. ഇതെന്താ കണ്ണ് പൊകിഞ്ഞു വയ്യ. എല്ലാരും പറയാൻ പണിയെടുക്കില്ല, ഞാൻ പണിയൊക്കെ എടുക്കലുണ്ട് കേട്ടോ. ഇന്ന് പണിയെടുക്കാൻ ഐഡിയ അത് മൊത്തം കാണാനുള്ളതാണ്. മനസ്സിലായില്ലേ, കല്യാണം കഴിഞ്ഞിട്ടാണ് പണിയെടുക്കലോട്. അല്ലല്ലോ കേട്ടോ മോനെ, കല്യാണം കഴിഞ്ഞ ശേഷം പണി എടുക്കാണ്ടായത് ഞാൻ. കല്യാണം കഴിയുമ്പോ എന്തൊക്കെ ചെയ്തീനോ? കല്യാണത്തിന് മുന്നേ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാനും എന്റെ ആങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ഓർക്ക് തിന്നാനാവും. നോമ്പ് അറിയാം എന്തുണ്ടാക്കി രസമല്ലെങ്കിൽ ഇമ്മച്ചി അറിയും പൊന്നെ നല്ല മുളക് കൂടുതലാ. ഇമ്മച്ചി സത്യം പറയാം. അപ്പൊ മുത്തിന്റെ കാര്യം അറിയോ? ഇല്ലടി ഒക്കെ റെഡി ആയി, ഞാൻ അടുത്തേക്ക് കുറച്ചാ മതി, എന്നാലും അടുത്തേക്ക് കിട്ടും. കേക്കൊക്കെ ഉണ്ടാക്കാൻ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ. അപ്പൊ ഈ കേക്കിനോടൊന്നും ഇഷ്ടമില്ലേ, അതൊന്നാമത്. അടുത്ത പരിപാടി 2 ചട്ടിക്ക് വെച്ചേക്കണു പറവീൻ. ഇതെന്താ ചട്ടി ഇങ്ങനെ പോന്നേ? എന്തിനാ ചട്ടി എന്തിനാ? ആ കാട പൊരിക്കാൻ. കാട പൊരിച്ചിട്ട് പൊരിക്കല്ലേ, ജസ്റ്റ് ഒന്ന് വേയിപ്പിക്കൂലേ, എന്നിട്ട് അതിലത്തെ അതെടുത്ത് ഇതിലേക്ക് ലാസ്റ്റ് വെക്കാം. അല്ലാണ്ട് കൊറേ എണ്ണയിൽ പൊരിക്കേണ്ടി വരും. ഉമ്മ പറഞ്ഞില്ല മുക്കി പൊരിക്കേണ്ടി വരുമെന്ന്, അത് ഉമ്മ കൂട്ടിയല്ലേ ഇന്ന് ലാസ്റ്റ്. എല്ലാരും കൂട്ടുന്നത്. ഞാൻ നാളെ ഒരു ബിരിയാണി ഉണ്ടാക്കിയിരുന്നു, ആർക്കും തൊള്ളേര് വെക്കാനായില്ല. എരു സത്യം ഞാൻ തന്നെ പറയട്ടെ, എന്റെ മിസ്റ്റേക്ക് അല്ലോ. തന്നെ പറയും, കാരണം ആ ബിരിയാണി തൊള്ളേക്ക് വെക്കാൻ പറ്റിയില്ല. തൊള്ളേക്കല്ല, ഓവർ ആക്കണ്ട. നല്ല എരിവുണ്ടായിരുന്നു. ആ ഓക്കെ, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. എന്നെ ചെറുതാക്കാൻ നോക്കല്ലേ. ഇത് ഓക്കെ അല്ലേ മസാല? നോക്ക് കൂടുതലാ കറിയില്ല കേട്ടോ. ഉമ്മാക്കുവാണെങ്കിൽ കൊടുത്തു കറിയില്ല. അങ്ങനെ കൊടുത്തിട്ട് ആ ചെമ്പട്ടിണ്ട് പോയിക്കോ. എന്നിട്ട് എന്തൊക്കെയാ വേണ്ടിച്ചെങ്കിൽ പറഞ്ഞു. അതൊന്ന് ഇളക്ക്. പിന്നെ കിളക്കാന്ന് വെച്ചാ വെളുത്തുള്ളി ഇട്ടിക്കില്ല. അല്ല അത് ലാസ്റ്റ്. ഓ നാരങ്ങ വെളുത്തുള്ളി ഇട്ടിക്കില്ല. വെളുത്തുള്ളി മസാലയല്ല ഇട്ടത്. വെളുത്തുള്ളി ഇടണേ ഇടാ. വെളുത്തുള്ളിയൊക്കെ ഇവിടെ കൊറേ ഉണ്ട് ചതച്ചത്. ഇവിടെ പൊറാട്ട കേട്ടോ. കാടിയും പൊറാട്ടയും എന്താ ഇളക്കേണ്ടത് പറയും. ഞാൻ വേണ്ട ഒന്നും ആക്കണ്ട. ഇനി ലാസ്റ്റ് നിങ്ങള് ഞാൻ ചെയ്തെന്ന് പറഞ്ഞാലോ അല്ലോ പൊട്ടനൊക്കെ ഉണ്ടല്ലോ. ഓടിക്കോ, എന്താ പടക്കോ. വെറുതെ കൈമലാക്കണ്ട. ഉള്ളിയിലേക്ക് ഓ തക്കാളി ഒന്നും അധികം വേണ്ട. അധികം എണ്ണ ആക്കണ്ട വിചാരിച്ചിട്ട് വെറുതെ മസാല ആക്കുക. എണ്ണ കുറച്ച് ഒഴിച്ചു. പൊറാട്ടയ്ക്കല്ലേ അപ്പൊ മസാല വേണ്ടേ കുറച്ചൊക്കെ? ഇത് മതി, കുറച്ച് മതി. ഇതുപോലൊരു മരുവള എവിടുന്ന് ഒന്നും ചെയ്യണ്ട, ഒക്കെ ഓള് ചെയ്യും. ലാസ്റ്റ് തിന്നാൻ പറ്റുമല്ലേ എന്ന് മാത്രമേ നമ്മൾ നോക്കിയാൽ മതി. അല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല, തിന്നണ്ട. അല്ലോ ഞാൻ ഉദ്ദേശിച്ചതല്ല.
കൊണ്ടാക്കട്ടെ. ഓ ആ ഇതൊക്കെ ഇത് വേണ്ട, എരി കൂടും. ഇതൊക്കെ ഇട്ട് വേഗം, ടൈമില്ല. നാരങ്ങ പിന്നെ ഓ അവിടെ വെച്ചോ, ഇതില് പിയ്യണം ലാസ്റ്റ്. ഇങ്ങനെ ആട്ടിയാലേ നീരിട്ടോളൂ. ദൈമെന്ന് പറിച്ചാട്ടോ. ഞങ്ങളെ മരത്തുമ്പോ, ഞങ്ങളതല്ല അയൽവാസിന്റെ മരാണ്, പക്ഷെ ഞങ്ങളതെന്നാ പറയൂ. എന്തായി ഉള്ളി മോളെ കടിക്കാൻ പറ്റില്ല കേട്ടോ, നല്ലോണം വാടണം. എന്നാ ഒന്ന് ഇളക്ക്. ഞാനൊക്കെ തിരക്കുഴപ്പമൊന്നുമല്ല, അതൊക്കെ ഞാൻ ഇളക്കില്ല എന്നുണ്ട്. മറന്ന ഇളക്കി തരാം. പിടിക്ക്. ഇതൊക്കെ ഇടണി. എന്ത് ആക്കണം ഇട്ടോ, ഇട്ടന്നാ മതി, ഞാൻ റെഡി ആക്കി തരാം. വേണ്ട, നിങ്ങൾ റെഡി ആക്കണ്ട. വേണ്ട, ഞാൻ റെഡി ആക്കി തരാം, പേടിക്കണ്ട. നിങ്ങൾ കേടെന്നാ ഫുൾ ക്രെഡിറ്റ് ഉണക്ക് തരാം. എന്താ ഇന്നെ ഇളക്കാൻ സമ്മതിക്കില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യാ, ഒറ്റക്ക് ചെയ്യണം. ലാസ്റ്റ് കേടെന്നുണ്ടാവും മക്കളെ, ഗെയിമിലൊരു ഗെയിം ഓവർ ഉണ്ടാവും. ഗൈസ് അങ്ങനെ മസാല റെഡി ആയിക്കണ്. വാവ്, പർവീനെ ഈ വീട്ടിൽ തന്നെ തുടരാനുള്ള പരിപാടിയിലാണ്. ഇല്ലട്ടോ, ഞാൻ പോട്ടോ. ഗൈസ് മസാല അടിപൊളിയായിക്കണ്. കുറച്ച് ഞാൻ ടേസ്റ്റ് നോക്കിയെന്ന് കേട്ടോ, നല്ല രസമുണ്ട്, അടിപൊളി. ചുണ്ടരി പപ്പിൻ്റെ ചുണ്ടരി എടുത്തു. ഒങ്ങിയില്ലേ, പപ്പ് ഉറക്കിയിട്ട് ഒങ്ങിയില്ലേ. ഇതെന്താ പരിപാടി, എന്താ പരിപാടി? ചൂടാക്കിയിട്ട് വാവ്, മാഷാ അല്ലാഹ്. ബാക്കി മാഷാ അല്ലാഹ് തിന്നതിന് ശേഷം ഞങ്ങൾ പറയാം അല്ലേ. എന്താണ് ജിൻസിന്റെ അഭിപ്രായം? കുറച്ചും പോലെ എണ്ണ ആക്കിയില്ല മര്യാദയ്ക്ക്. അതാണ് കാരണം, ഉമ്മാക്ക് അങ്ങനെ എണ്ണ പറ്റൂല, അതുകൊണ്ട് ജിൻസിനെ പറയും അമ്മായിമ്മയുടെ ഇത് പ്രമാണിച്ച് എണ്ണ കുറച്ചിരിക്കുന്നു. മറ്റേ നല്ല മരുന്നുണ്ട് കേട്ടോ. ഉള്ളൊക്കെ എന്തൊക്കെയാവല്ലേ, ഒക്കെ ഒന്നും മറിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ ലോ ആക്കിട്ട് കുക്ക് ചെയ്തത്. കടത്തിക്കള മലർന്നെടുത്തിക്കള, മറ്റേ കൗന്ന് നടത്തിക്കോ. ഗൈസ് മാഷാ അല്ലാഹ്, കാണുമ്പോ അടിപൊളി കേട്ടോ. വാവ്, ജിൻസി ഉണ്ടപ്പോ. ഇന്നലെ അൽഫാം ഒന്നില്ലേ നിങ്ങള് വല്ലപ്പോയെന്ന്, മറ്റേ എന്തോ ആക്കിയിട്ട് മന്തി മനസ്സിലായി. അതിന്റെ ഗ്രേവി ഇങ്ങനെ ആക്കിയതല്ലേ. ഓക്കെ അടിപൊളി. അങ്ങനെ പുതിയ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ പോണത്. എല്ലാം പുതിയതാ, ഞാൻ ഉദ്ദേശിച്ചൊക്കെ പഴയതാണെന്ന്. ചേച്ചിക്ക് വയ്യ, ഉണ്ടാക്കിട്ട് കുഴങ്ങിക്കണേ. ഉണ്ടാക്കിയതല്ല, കാലിന്റെ ഇവിടെ ഭയങ്കര വേദന അടി. ചെരുപ്പ് പോയി കൊണ്ട് അകത്ത് ചെരുപ്പില്ലേ, എന്നാ ചെരുപ്പ് ആരുടെ ഒരു സ്പോൺസർ ചെയ്യാൻ പറയട്ടെ. ഇപ്പൊ ചെരുപ്പ് കിട്ടിയല്ലോ. അകത്ത് ചെരുപ്പ് ഇടാനില്ലാന്ന് പറഞ്ഞു. മനസ്സി എന്തുകൊണ്ട് അകത്തുനിന്ന് ചെരുപ്പ് അല്ല, ചെരുപ്പ് എന്താ ഇല്ലാന്ന് പറഞ്ഞപ്പോ ഇപ്പൊ കിട്ടി, അങ്ങനെ പറയും. ഓക്കെ അങ്ങനെ സംഭവങ്ങളൊക്കെ സെറ്റ് ആയിക്കണേ. ഒരു വട്ടം പൊള്ളിയത് ഓർമ്മല്ലേ? ഫാൻ ഓഫായി എന്തായാലും കേക്കുള്ളൂ ഇതില്. ഇത് പൊറാട്ടക്കുള്ള കറി, ഇത് പൊറാട്ട. പക്ഷെ ഞാൻ ചോറിൻ്റെ ഫാനാന്ന് എല്ലാവർക്കും അറിയണതാണ്, അതുകൊണ്ട് ഞാൻ പൊറാട്ട കഴിക്കാറില്ല. പക്ഷെ ഒന്നോ കഴിക്കും, അതിൻ്റെ അപ്പുറം കഴിക്കൂല. ഉണ്ടായിക്കോ, ടേസ്റ്റ് നോക്കാം. ഇന്ന് വരിച്ചാ എന്നാ നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടാവട്ടെ. ഇരിക്കേ ആദ്യം എങ്ങനെ ഉണ്ടോക്കട്ടെ. എനിക്ക് ചോറ്
കൊയങ്ങി ജീൻസിനെ പറയും കൊയങ്ങി കേസ്. എന്താ പറയാനുള്ള കൊയങ്ങിനെ കുറിച്ചിട്ട്? അടിപൊളിയാ കൊയങ്ങുന്നത്. ഒരു പ്ലേറ്റ് എടുത്തിട്ടാ പ്ലേറ്റാ ഇനി ഇവിടെ ഞാൻ ഓക്കെ കിട്ടില്ല. ഏയ് കടത്തണ്ടെന്നാ അറിയാം. ജിൻസിന പർവീൻ സ്പെഷ്യൽ. ഒന്നെടുക്കോ ആദ്യം എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഒന്നെടുത്താ ഒരു കാർഡ് എടുക്കട്ടെ. എന്താ മസാല രസമുണ്ട്. ഇനി കഴിച്ചോക്കട്ടെ. എല്ലാം ഇല്ല ഇതുപോലെ പറയും. ചൂടാണ്. രസമുണ്ട്. വെന്തുക്കണോ? രസമുണ്ട്. എരിവൊക്കെ പാകം. പഞ്ചസാര ഇട്ടതാ എരിവ് കൂടി പോയിട്ട്. തെണ്ടി എരിവ് കൂടി പോയപ്പോ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് 2-3 പക്ഷെ കറക്റ്റാണ്. എരിവ് കറക്റ്റാണ്. പഞ്ചസാര കുറച്ചിട്ട് കുടിച്ചെങ്കിൽ എരിവ് കറക്റ്റാണ്. ഇനി ഉമ്മയും കൂടെ തിന്ന് നോക്കിയാലുള്ള കറക്റ്റ് അറിയുള്ളൂ. ഞങ്ങൾക്ക് പൊറാട്ട പറയക്ക് പൊറാട്ട. എന്നാ ഒരു പൊറാട്ട തിന്നു. ഉമ്മ എങ്ങനെ ഉണ്ട് നോക്കാം. അതെങ്ങനെ ഉണ്ട് നോക്കാം. അല്ല അങ്ങനല്ല, കഷ്ണം തിന്ന് നോക്കാം. ആ കജ്ജിക്ക് എടുത്തിട്ടോ തിന്നോക്കേ. എങ്ങനെയുണ്ട് അല്ലേ? സൂപ്പർ ആയിക്കണോ? അപ്പോൾ ജിൻസി തുടർന്നും ഇവിടെ തന്നെ നിൽക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഗെയിം ജയിച്ചുക്കണു. ലേസ ചുണ്ടേരി ഇവിടെ ഒങ്ങുവാണല്ലോ ഗായ്സ്, ഒങ്ങുവാണല്ലോ ഗായ്സ്. അപ്പോൾ കൺഗ്രാജുലേഷൻ. ഹലോ ഹലോ ആ കയ്യമ്മ അയക്കുന്നു. കൺഗ്രാജുലേഷൻ. ഓക്കെ അടിപൊളി അയക്കണം കേട്ടോ. ഇവിടെ പൊറോട്ടയുണ്ട്, കാടയുണ്ട്, ചായ ഉണ്ട്, എല്ലാം. ചായ എന്താ സ്പെഷ്യലാ? അത് ഉണ്ട്. ചായ ഉണ്ടാക്കി തരില്ല എനിക്ക്. അപ്പോൾ എന്നാൽ ഫുള്ള് തിന്ന് തീർക്കട്ടെ കേട്ടോ. സംഭവം ടേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ എല്ലാതും. ഓക്കെ അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ അടിപൊളി അഡാറായിട്ട് വീഡിയോസ് വരും. തികച്ചും വ്യത്യസ്തമായ എന്താ പറയുക കുക്കിംഗ് വീഡിയോകളും ഉമ്മാൻ്റെയും ജിൻസിൻ്റെയും ഉപ്പാൻ്റെയും എല്ലാവരെയും ഒക്കെ വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത അടിപൊളി വീഡിയോ വരുന്നവർക്കും ടാറ്റ ബൈ.